ഹായ് ഫ്രണ്ട്സ്, സന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിനയില കൊണ്ടുള്ള 2 റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് റെസിപ്പിയായ മിൻറ്റ് ലൈം എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തണ്ട് പുതിനയില ആണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ ഏലക്ക കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഏലക്കയുടെ രുചി ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മതിയായ അളവിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തണുപ്പില്ലാത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പുള്ള വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മിൻറ്റ് ലൈം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അവസാനമായി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസുകസ് കൂടി ചേർത്ത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റെസിപ്പിയായ മിൻറ്റ് ലൈം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് റെസിപ്പിയായ മിൻറ്റ് ചട്നി അല്ലെങ്കിൽ ബിരിയാണി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുതിനയില, തേങ്ങ ചിരകിയത്, മല്ലിയില, പച്ചമുളക്, ഉപ്പ്, വിനാഗിരി, നാരങ്ങ. ഇതൊക്കെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി പുതിനയിലയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. മല്ലിയിലയും സെയിം അളവ് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. പുതിനയും മല്ലിയിലയും നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ചമ്മന്തിയുടെ കളർ മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിനാഗിരി ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ബിരിയാണി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. അവസാനമായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം. ചമ്മന്തിയുടെ രുചി ഒന്നുകൂടി മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നാരങ്ങ കൂടി ചേർക്കുന്നത്. നമ്മുടെ ബിരിയാണി ചമ്മന്തി റെഡിയാണ്. ബിരിയാണിയുടെ കൂടെ മാത്രമല്ല, ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ നല്ല നാടൻ കപ്പയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ചമ്മന്തിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പിയും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.